തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ അമൃത TVക്കൊപ്പം ചേരുകയാണ്. സാർ, ആദ്യം തന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ഉണ്ടാവുക? ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് സർക്കാർ നിർദ്ദേശിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ് എന്തിനെക്കുറിച്ചൊക്കെ എൻക്വയറി നടത്തണം, എന്തൊക്കെയാണ് സർക്കാർ ശുപാർശ ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ ടേംസ് ഓഫ് റെഫറൻസിൽ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ എൻക്വയറി നടത്തുന്നതും തെളിവെടുപ്പ് നടക്കുന്നതും ശുപാർശകൾ നടത്തുന്നതും. ഇവിടെ ഇതിനകത്ത് സർക്കാരിൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയാം. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അപകടം ഭാവിയിൽ ഉണ്ടാകാണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ എങ്ങനെ എടുക്കാം, എന്തെല്ലാം നടപടികളെടുത്താലാണ് ഇങ്ങനെയുള്ള ഒരു ദുരന്തം അവോയ്ഡ് ചെയ്യാൻ ഒക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെടിക്കെട്ട് ഒരു അപകടരഹിതമാക്കാൻ ഏത് രീതിയിൽ എന്തെല്ലാം സംവിധാനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും സർക്കാർ വെടിക്കെട്ട് വേണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വെടിക്കെട്ട് വേണ്ടെന്ന് വേണമെങ്കിൽ സർക്കാരിന് ഉത്തരവിറക്കിയാൽ മതി, കമ്മീഷൻ്റെ ആവശ്യമില്ല. ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമുണ്ടായ ഒരു കമ്മീഷൻ വയ്ക്കുന്നത് ഭാവിയിൽ അത് തടയാനാണ്, ഭാവിയിൽ അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനാണ്. ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു പ്രഥമ പരിഗണന സാറ് നൽകുന്നത്? പരിഗണന എന്തെല്ലാം വീഴ്ചയുണ്ടായിരുന്നു ആദ്യമായിട്ട് നോക്കും. എന്താണ് ഈ അപകടത്തിന് കാരണം, ഈ അപകടം അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമായിരുന്നു, ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ എന്ത് ചെയ്യാമായിരുന്നു, അതാണ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ തൽക്കാലത്തെ അതിൻ്റെ എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നുള്ളത് ആദ്യം പരിഗണിക്കും. അത് കണ്ടുപിടിക്കാൻ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് തടയാൻ ഏത് രീതിയിൽ ഇങ്ങനൊരു അപകടം തടയാൻ ആദ്യം. അതുകൂടാതെ പിന്നെ ബാക്കി എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്താലാണ് അപകടങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണേ. നമ്മുടെ നാട്ടിൽ വലിയ ഉത്സവങ്ങളുടെ എല്ലാം ഭാഗമാണ് വെടിക്കെട്ട്. വെടിക്കെട്ട് വലിയ ഒരു ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ആചാരമാണ്. അത് തൃശ്ശൂരിൻ്റെ കുടമാറ്റം പോലെ തന്നെ അതിലും പ്രധാനമാണ് വെടിക്കെട്ട്. ഞാൻ തന്നെ വെടിക്കെട്ട് കാണാൻ കഷ്ടപ്പെട്ട് എറണാകുളത്ത് നിന്ന് 3 മണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ വെടിക്കെട്ട് സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അത് ഈ ധാരാളം വെടിക്കെട്ടുകൾ നടന്നിട്ടുണ്ട്, അല്ലെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ അപകടങ്ങൾ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്. പുറ്റിങ്ങൽ അപകടം വളരെ വലിയ അപകടമായിരുന്നു, വലിയ വ്യാപ്തിയുള്ള അപകടമായിരുന്നു. 100 ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർ മരിച്ച പറ്റിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാകരുത്, അതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. അതിനുള്ള എല്ലാ സത്വര നടപടികളും ഗവൺമെൻറ് എടുക്കാനായിട്ട് നമ്മൾ, ഗവൺമെൻറ് മാത്രമല്ല ഇതിൻ്റെ സംഘാടകരെ എല്ലാവരും, ചുമതലപ്പെട്ടവരെ എല്ലാം കേട്ട്, ഇപ്പോൾ സെൻട്രൽ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ വേണ്ടപ്പെട്ടവരെ എല്ലാം കേൾക്കും, പോലീസ്, അങ്ങനെ എല്ലാവരെയും കേട്ട് ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ തടയാമായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതെല്ലാം പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും. സാർ ചൂണ്ടിക്കാട്ടിയ പോലെ ആചാരത്തിൻ്റെ ഭാഗമായും ആസ്വാദനത്തിൻ്റെ ഭാഗമായും എല്ലാം വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരം വെടിക്കെട്ടുകൾക്കിടയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ശാശ്വത പരിഹാരം, ശാശ്വതമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും അപകടം ഉണ്ടാകരുത്, ഒരിക്കൽ പോലും അപകടം ഉണ്ടാകരുത്. കാര്യം വെച്ചാൽ മനുഷ്യജീവനുകളാണ് നഷ്ടമാകുന്നത്. ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ്. അതായത് മതസ്ഥാപനങ്ങൾ ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഒരു തൊഴിൽ മേഖലയെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു തൊഴിൽ മേഖലയിലെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ധാരാളം പേർക്ക് തൊഴിൽ കിട്ടുന്ന ഇതാണ്. ഇപ്പോൾ തന്നെ എത്ര പേര് ജോലി ചെയ്തിരുന്നു ഈ സ്ഥലത്ത്, ദിവസം അവർക്ക് എത്ര കൂലി കിട്ടുന്നു, എത്ര കുടുംബങ്ങൾ ഇതിന് സപ്പോർട്ടഡ് ആകുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു വലിയ സാമ്പത്തിക മേഖല, വലിയൊരു തൊഴിൽ മേഖലയാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മതസ്ഥാപനങ്ങളിലെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു അപകടരഹിതമായിട്ട് ഒരു കാരണവശാലും അപകടം ഉണ്ടാകരുത്. അത്ര വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് വെടിമരുന്ന്. ഒന്നാമത് ഏറ്റവും വലിയ മോശം കാലാവസ്ഥയാണ് നമ്മുടെ ഈ സമയം. ഈ തൃശ്ശൂർ പൂരമാണ് കേരളത്തിൽ പീക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ മെയ് മാസം 1-ാം തീയതി സമ്മറിൻ്റെ പീക്കിലാണ് ഈ ഉത്സവം നടക്കുന്നത്, ഈ വെടിക്കെട്ടും. അപ്പോൾ അത് വെടിമരുന്നെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെടിമരുന്ന് ചൂട് കൂടിയാൽ തന്നെ അത് അപകടമാണ്, അത് തീപിടിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, തീപിടിച്ചാൽ ആ പ്രദേശം മുഴുവൻ കത്തി നശിക്കും. അതുകൊണ്ട് ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഇതിൻ്റെ ഉപയോഗം, ഇത് എന്തുമാത്രം സ്റ്റോർ ചെയ്തിരുന്നു, അതുമാത്രമല്ല അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ പല സ്ഥലത്തായിട്ട് സ്റ്റോർ ചെയ്യണം, പല സ്ഥലങ്ങളിൽ പ്രോസസ്സ് ചെയ്യണം. അടുത്തടുത്ത ഷെഡുകളിൽ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ ഷെഡിനും തീ പിടിച്ചത്. അങ്ങനെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കാണും ഒബ്വിയസ്ലി. അതുപോലെ വളരെ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള ഒരു കുറച്ച് ക്വാണ്ടിറ്റി
അകലെ അകലെ കെട്ടിടങ്ങളിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ള പ്രദേശമാണ്. അവിടെ നെൽപ്പാടമൊക്കെയാണ്. ഇപ്പം ധാരാളം വേക്കൻ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ടെമ്പററി ഷെഡുകൾ ഉണ്ടാക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒരു കാരണവശാലും അപകടം ഉണ്ടാകരുത്. ചൂട് കൂടാതെ നോക്കണം. കൂളർ വയ്ക്കാമല്ലോ, എന്തൊക്കെ വേണമെങ്കിൽ സംവിധാനങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ തൊഴിലാളികൾക്ക് നല്ല ബോധവൽക്കരണം കൊടുക്കണം. നേരത്തെ കൂട്ടി ട്രെയിനിങ് കൊടുക്കണം. അതിന് അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോ, ഇപ്പോൾ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റോ ആരെങ്കിലുമൊക്കെ അതിന് തയ്യാറായിരിക്കണം. അങ്ങനെ ഒരു സൂപ്പർവിഷനും കൂടെ ചെയ്താൽ ഒരു അപകടത്തിന് ഒരു അവസരം ഉണ്ടാകരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ തടയാൻ ഒക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി, ഈ ഒരു അപകടം കൂടി ഉണ്ടായപ്പോൾ ഈ ഇത്തരം പൂരങ്ങളിൽ വെടിക്കെട്ട് വേണമോ വേണ്ടയോ അല്ലെങ്കിൽ വെടിക്കെട്ട് നിരോധിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദപ്രതിവാദം നടക്കുമ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനല്ല പ്രസക്തി. ഇത് ഒന്ന് വെടിക്കെട്ടെന്ന് വെടിയെന്ന് പറയണത് ഒരു വഴിപാടാണ് അമ്പലത്തിൽ, ക്ഷേത്രങ്ങളിൽ. അപ്പോൾ വെടിക്കെട്ട് ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ്. അത് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ അതിൻ്റെ യഥാർത്ഥ എക്സാമ്പിളാണ്. തൃശ്ശൂർ പൂരമുണ്ട്, നമ്മുടെ എറണാകുളത്ത് പലതുണ്ട്. മരട് അമ്പലം വലിയ ഇത് നടക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അവിടെ നമ്മുടെ വേറൊരു സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ, ഇപ്പോൾ നെന്മാറ, വേല, അങ്ങനെ പുതിയകാവ് ക്ഷേത്രം, അവിടെയെല്ലാം വലിയ വെടിക്കെട്ടിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം വലിയ കാഴ്ചക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, ഭക്തരെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് വലിയൊരു തൊഴിൽ മേഖലയാണ്, വലിയൊരു സാമ്പത്തിക മേഖലയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് തടയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു പരിഗണന സർക്കാരിനുണ്ടായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന കുറ്റങ്ങൾ കമ്മീഷൻ എൻ്റെ സുഹൃത്ത് തന്നെ റിപ്പോർട്ട് കൊടുത്തതിനകത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. വെടിക്കെട്ടുകൾ വേണ്ടെന്ന് സർക്കാരൊരു തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഒരു കമ്മീഷൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞു, ഇനി സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് സർക്കാരിന് തന്നെ അറിയാം. പക്ഷേ ഇനി ഒരു ദുരന്തം ഉണ്ടാകാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്നായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കൊണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റിപ്പീറ്റ് ഇങ്ങനെയുള്ള ദുരന്തത്തിൻ്റെ ഉണ്ടാകാണ്ടിരിക്കാനുള്ള ശ്രദ്ധ ഏത് രീതിയിൽ വേണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതാണ് കമ്മീഷനോട് ചോദിച്ചേക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ടേംസ് ഓഫ് റെഫറൻസ് ഞാൻ കണ്ടിട്ടില്ല. എൻക്വയറി ജുഡീഷ്യൽ കമ്മീഷൻ എപ്പോഴും ടേംസ് ഓഫ് റെഫറൻസിനെ വച്ചാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പൂരത്തിന് വെടിക്കെട്ട് വേണോ വേണ്ടോ എന്നൊരു ചോദ്യം ആയിരിക്കുകയല്ല ഈ കമ്മീഷന് മുമ്പിൽ. ആ കാര്യത്തിന് ഒരു കണക്കിന് കമ്മീഷൻ്റെ അഭിപ്രായത്തിന് വലിയൊരു പ്രസക്തി കാണിയില്ല. കമ്മീഷൻ മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം, ഇത്ര അപകടങ്ങളുണ്ടായിട്ടുണ്ട്, ഇത്ര പേര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇത് റിപ്പീറ്റ് ഉണ്ടായെങ്കിൽ ഇനിയും ഉണ്ടാവുമോ, അപകടരഹിതമായിട്ട് എത്ര വെടിക്കെട്ടുകൾ മനോഹരമായിട്ട് നടത്തുന്നു എല്ലാവരുടെയും ആസ്വാദനത്തിനായിട്ട്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലൊരു അപകടം ഉണ്ടായ ഉടനടി എല്ലാം നിർത്തിക്കൂ എന്ന് പറയാൻ നമുക്ക് അങ്ങനെയുള്ള ദുരന്തങ്ങൾ, ഇപ്പോൾ ആകാശ ദുരന്തങ്ങൾ എന്തുമാത്രം ഉണ്ടാകുന്നു, പക്ഷേ നമുക്ക് പ്ലെയിൻ വേണ്ടെന്ന് വയ്ക്കാൻ നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ആ നിലയിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ. അതിന് സർക്കാരിന് കമ്മീഷൻ്റെ ശുപാർശയൊന്നും വേണ്ട. പക്ഷേ കമ്മീഷൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു തൊഴിൽ മേഖലയും തടയാൻ ഉള്ള റെക്കമെൻഡേഷൻ കൊടുക്കാൻ മടിയാണ് എനിക്ക്. ഈ വെടിക്കെട്ട് അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് പ്രഥമ അന്വേഷണത്തിൽ അതിനെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുമെന്നും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ശുപാർശയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതുമാണ് അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ചുമതലയുള്ള CN രാമചന്ദ്രൻ സാർ വ്യക്തമാക്കിയത്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇത്തരം അപകടങ്ങളുടെ പേരിൽ വെടിക്കെട്ട് നിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന അഭിപ്രായം കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.